യൂട്യൂബർ ഖാദർ കരിപ്പൊടിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. ഖാദർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ജാമ്യം ലഭിച്ചാൽ കേസ് അട്ടിമറിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഖാദർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. സാരംഗ് സുരേഷ് ഉണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഈ ഖാദർ കരിപ്പൊടിയെ ജാമ്യം കിട്ടിയാൽ കേസ് അട്ടിമറിക്കും തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? മോദി യൂട്യൂബറായ ഖാദർ കരിപ്പൊടിയെ കൃത്യമായി പൂട്ടാനൊരുങ്ങുകയാണ് പോലീസ് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കാസർഗോഡ് ടൗൺ പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖാദർ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ കാസർഗോഡ് നഗരത്തിൽ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പരസ്യമായി ആക്രമിക്കാനടക്കം ശ്രമിച്ച കേസുകളിലെ പ്രതിയാണ് ഇയാൾ. മാത്രമല്ല, ഇയാൾക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതിൽ കള്ളക്കടത്ത് സംഘങ്ങളടക്കമുള്ള ആളുകളുമായുള്ള ബന്ധങ്ങളടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നടക്കമുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളടക്കം ഉണ്ടാവാനിടയുള്ള സാധ്യതകളെ കുറിച്ച് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചയാൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കേസ് പരിപൂർണമായി അട്ടിമറിക്കുമെന്നും കേസിലെ ഇനിയും കൂടുതൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിനോടകം തന്നെ ഇയാൾ ഒളിവിലാണ്, രാജ്യം വിട്ടു എന്നടക്കമുള്ള സൂചനകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ശരി, സാരംഗ് സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഖാദർ കരിപ്പൊടിക്ക് ജാമ്യം നൽകുന്നത് നിഷേധിക്കണം തുടങ്ങിയ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം തള്ളിയിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പൂട്ടാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്.